മിഴികൾ ഇമച്ചിമ്മി അവൾ വളരെ സാവധാനം ചുറ്റുമുള്ളവരെ വീക്ഷിച്ചു. അമ്മ തൻ്റെ ശിരസിനു സമീപമായി ഇരിക്കുന്നു. മാമ തൻ്റെ പാദത്തിനരികിൽ. തൻ്റെ കട്ടിലിൽ അവൾ മറ്റാരെയോ എന്നവണ്ണം പരതുകയാണ്. തൻ്റെ പരമേട്ടനെവിടെ? അദ്ദേഹം തന്നെ കൈവിട്ടു കളഞ്ഞുവോ? മാധവൻ തൻ്റെ കരങ്ങൾ കൊണ്ട് പാറുവിൻ്റെ കൈകളിൽ തലോടി. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലടോ, ഭയപ്പെടണ്ട. അല്പം ക്ഷീണമുണ്ടായിരിക്കുന്നു, അത്രയുള്ളൂ. മാധവൻ മാമ തന്നെ ആശ്വസിപ്പിക്കുകയാണ്. അവൾ മെല്ലെ വലതുകരം ഉയർത്തി തൻ്റെ ഉദരത്തിന്മേൽ തലോടി നോക്കി. ഭാഗ്യം, ഒരാപത്തും തനിക്ക് സംഭവിച്ചിട്ടില്ല. തൻ്റെ കുഞ്ഞിനും. അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. നങ്ങ പുറത്തേക്ക് പോയ തക്കം നോക്കി മാധവൻ പാറുവിനോട് കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചു. മാധവൻ പാറുവിനെ വളരെ ആദ്യമായി കാണുന്നത് പോലെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മിഴികൾ താമര ഇതളുകൾ പോലെ, കൺപീലികൾ നീളത്തിലും വളരെ ഇടതൂർന്ന് അടുപ്പിച്ചടുപ്പിച്ച്. അവൾ മെല്ലെ മയങ്ങുകയാണെങ്കിലും മിഴികൾ പാതി മാത്രമേ അടഞ്ഞിരുന്നുള്ളൂ. നീണ്ട നാസികയുടെ ഇടതുവശത്ത് ചുവപ്പ് കല്ലിൽ തീർത്ത മുക്കുത്തി തിളങ്ങുന്നുണ്ട്. അലസമായി കിടക്കുന്ന മുടിയിഴകൾ ചിക്കഴിച്ചിട്ട് നാളുകൾ ഏറെ ആയതുപോലെയുണ്ട്. നെറ്റിമേൽ വീണുകിടന്ന പാറുന്ന മുടിയിഴകളെ വകഞ്ഞു മാറ്റി ഒതുക്കി വെക്കണമെന്ന് അയാൾക്ക് തോന്നി. തൻ്റെ ചാരുവായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ തനിക്ക് ആരോടും ചോദിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൾ തൻ്റേതാണെങ്കിലും എന്തോ ഒരു അരുതാഴിക. ഓപ്പോൾ കണ്ടാൽ എന്ത് കരുതുമെന്നൊരു തോന്നൽ. ആസ്പത്രി രജിസ്റ്ററിൽ ഭർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് താൻ തൻ്റെ പേരാണ് എഴുതി ചേർത്തിരിക്കുന്നത്. ആസ്പത്രി അധികൃതർക്ക് സംശയമൊന്നും തോന്നാതിരുന്നാൽ തൻ്റെ അഭിമാനം തനിക്ക് സംരക്ഷിക്കാം. അയാൾ മെല്ലെ എഴുന്നേറ്റ് മുറിയിൽ കൂടി ഉലാത്താൻ തുടങ്ങി. പുറത്തുപോയ നങ്ങ അകത്തേക്ക് വന്നു. കയ്യിൽ ആങ്ങളയ്ക്ക് വേണ്ട ഒരു ഗ്ലാസ് ചായയും ഉണ്ടായിരുന്നു. നീ അത് കുടിച്ചോള്, നേരം കുറേ ആയില്ലേ. അയാൾ അത് വാങ്ങി കുടിക്കുന്നതും കണ്ടാണ് പാറു മയക്കത്തിൽ നിന്നും ഉണർന്നത്. തിരികെ പോരുമ്പോൾ ചീട്ടിലുള്ള ടോണിക്കും പഴങ്ങളും മരുന്നുകളും എല്ലാം മാധവൻ വാങ്ങാൻ മറന്നില്ല. പരമേട്ടനേക്കാൾ മാമയ്ക്ക് തന്നോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടെന്ന് പാറു മനസ്സിലാക്കി. ആ സ്നേഹത്തിന് തൻ്റെ മേലുള്ള ഭ്രാന്ത് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. എന്തോ ഒന്ന് പിടിച്ചടക്കാനുള്ള ആഗ്രഹം. അതൊരു പക്ഷേ തൻ്റെ പരമേട്ടനോടും അമ്മയോടുമുള്ള പകയായിരിക്കില്ലേ? അദ്ദേഹത്തിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സ്ത്രീയെ അദ്ദേഹത്തിൻ്റേതാക്കി മാറ്റിക്കൊള്ളാൻ അവകാശം കൊടുത്ത അദ്ദേഹത്തിൻ്റെ പെങ്ങളോടുള്ള രോഷമാവില്ലേ അത്? പൂർണ്ണമായി തന്നെ അവകാശപ്പെടാൻ കഴിയില്ലല്ലോ. എന്തിനേറെ പറയണം, ഒരു നാഴിക പോലും അദ്ദേഹത്തിനരികിൽ തനിക്കിരിക്കാനുള്ള അവകാശം തനിക്കില്ല. പാറു കാടുകയറി ചിന്തിക്കാൻ തുടങ്ങുകയായി. തിരികെ മാമയുടെ അരികിലിരുന്ന് അവൾ ദൂരേക്ക് വീക്ഷിച്ചു. മനസ്സ് തനിക്ക് കയ്യെത്തിപ്പിടിക്കാൻ കൂടി കഴിയുന്നില്ല എന്ന് തോന്നി. വയലിന് ദൂരെ നിന്നും ആരൊക്കെയോ ചൂട്ടുകറ്റ തെളിയിച്ച് വരുന്നുണ്ട്. വീശുന്നത് കാരണം ചൂട്ടുകറ്റ കാറ്റിൽ കെടുകയില്ല എന്നവൾ ഓർത്തു. പണ്ടൊക്കെ വേനൽ സമയത്ത് അച്ഛൻ കിഴക്കേ വീട്ടിലെ ചിറയിൽ നിന്നും വെള്ളം വെട്ടിവിടാൻ പോകുമ്പോൾ ചൂട്ട് കത്തിച്ചാണ് പോവാറ്. തിരികെ വരുമ്പോഴും കത്തിത്തീരാറായ ചൂട്ടിൻ്റെ കെട്ട് പൊട്ടി പുകഞ്ഞു നിറി അവസാനിക്കുന്ന അവരെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടായിരുന്നു. ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ചൂട്ടുകറ്റ. ആരംഭത്തിലെ ആളലും മധ്യത്തിലെ ആക്രോശവും അന്ത്യത്തിലെ അണയലും പട്ടടയിലെ പുകയും. അവൾ അതെല്ലാം ഓർത്തിരുന്നു. പരമേട്ടനും അച്ഛനും വീട്ടിലുള്ളതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ വേവലാതിപ്പെടാനില്ല. പാറു നെടുവീർപ്പിട്ടു. പാറു ഉള്ളതിനാലാവാം വണ്ടി വളരെ സാവധാനമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പഴയ ഒരു ഹിന്ദി ഗാനത്തിൻ്റെ അലകൾ പതിയെ മുഴങ്ങുന്നുണ്ടായിരുന്നു.